32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെയൊരു സംഭവങ്ങൾ നടന്ന് കണ്ടതും ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വിശദമായി മെമ്പേഴ്സിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടാവുക. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളതും ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും അവരവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരു കൃത്യതയുള്ള ജനറൽ ബോഡിയായിരുന്നു ഇന്ന് നടന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് കൃത്യമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ ഈ ജനറൽ ബോഡിയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് ഒരുപാട് തവണ ആ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾക്ക് 45 ദിവസം തരാമോ, ഒരവസരം കൂടെ തരാമോ എന്നൊക്കെ. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അത്. പക്ഷേ ആ ബാലിശമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ജനറൽ ബോഡിയിൽ വിലപ്പോയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. വരവ് ചെലവ് കണക്കുകളുടെ കൃത്യത കുറവ് തന്നെയാണ് ആദ്യമായിട്ട് ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ നീന കുറുപ്പ് ചേച്ചിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഞാൻ ഉന്നയിച്ച കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ജനറൽ ബോഡിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് അവസരം കിട്ടിയത്. ആ അവസരം തന്നെ ചോദിച്ച് വാങ്ങിച്ചതാണ്. അത് അമ്മയിലെ ഓരോ മെമ്പേഴ്സിനോട് ഞാൻ നന്ദി പറയുകയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന്. കാരണം ഉച്ചവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം തരാൻ തയ്യാറായിരുന്നില്ല ഈ കമ്മിറ്റിയല്ല, ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റി. പക്ഷേ ഇവിടെയുള്ള ഓരോ വ്യക്തിയും എൻ്റെ കൂടെ നിന്നു. എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള അവസരം അവരുണ്ടാക്കി തന്നു. ഞാൻ സംസാരിക്കുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ മുന്നേ മീഡിയയുടെ മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്, അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു എനിക്ക് അമ്മയിലും പറയാനുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത കുറവ് ഞാൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളും കൃത്യമായി ഏതൊക്കെ വിഷയങ്ങളിലാണ് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരുന്നതെന്ന് കൃത്യമായിട്ട് ഞാൻ അമ്മയിലെ ഇന്നത്തെ ജനറൽ ബോഡിയിൽ ഞാൻ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റിയതിലുള്ളൊരു സമാധാനമുണ്ട് എനിക്ക്. ഉറപ്പായിട്ടും. കാരണം നമുക്കറിയാം, ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. പക്ഷേ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എനിക്ക് ഈ സംഘടനയിൽ പറയാനുള്ളത്, ഈ അതായത് ഇപ്പോൾ ഇവിടുന്ന് രാജിവെച്ച് ഇറങ്ങി പോവേണ്ടി വന്ന ഈ കമ്മിറ്റി കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന സമയത്ത് പ്രസിഡന്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പോയ അതിജീവിത ഉൾപ്പെടെ പോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഞാൻ ഇനി വരാൻ പോകുന്ന കമ്മിറ്റിയോട് ആദ്യമേ തന്നെ എൻ്റെ റിക്വസ്റ്റാണ്, ഇവിടുന്ന് പോയവരെ തിരിച്ച് വിളിക്കണം. അല്ല, ശ്വേത രാജിവെക്കുന്നതിലുപരിയായിട്ട് ബാക്കിയുള്ളവരായിരുന്നു രാജിവെച്ച് കാണിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ക്ഷമിക്കണമെന്ന്. അവരാരും ചെയ്തില്ല, അപ്പോൾ ശ്വേത ചെയ്തു. അല്ല, അപ്പോൾ എന്തേ പറ്റും? അല്ല, അങ്ങനെയല്ല. സ്ത്രീകൾക്ക് നിലനിൽക്കാൻ കഴിയാത്തതല്ല, സ്ത്രീകളായിട്ട് പെരുമാറണം, അപ്പം നിലനിൽക്കും. അതിന് അനുവദിച്ചു കൊടുത്തത് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരുണ്ടാവാം, തിരശ്ശീലയ്ക്ക് മുന്നിലും പിന്നിലും ഒക്കെ പ്രവർത്തിച്ചവരുണ്ടാവും. അയ്യോ, അതിപ്പോൾ അവരോട് ചോദിക്കണം. എനിക്കറിയത്തില്ല എന്തോ. അല്ല, ഭരണസമിതിക്ക് ഒരുപാട് തെറ്റുകളൊക്കെ പറ്റി. നിങ്ങൾക്കറിയാമല്ലോ, മിണ്ടാതെ ഈ പ്രദേശത്തോട് തിരിഞ്ഞോക്കാത്ത എന്നിലാണ് തുടങ്ങുന്നത്. മല്ലിക ചേച്ചി ലൂസ് ടോക്കർ എന്തടിസ്ഥാനത്തിലെ കുങ്കു പരമേശ്വരൻ പറഞ്ഞു. ഞാൻ ആ കെട്ടിടമേ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരും കൂടെ തമ്മിലൊരു സ്വരച്ചേർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. മുന്നോട്ട് പോക്ക്, കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന വിവരമുള്ള ഈ എന്താ പറയുക, ചലച്ചിത്ര ലോകത്തിനെ പറ്റി ആധികാരികമായിട്ട് നല്ല ഭാഷയിൽ സംസാരിക്കാൻ അറിയാവുന്നവരെ ഭരണസമിതിയിൽ വയ്ക്കുക. പെണ്ണുങ്ങൾ വളരെ കുറവാണ്. പെണ്ണുങ്ങളില്ല മോനെ, സത്യത്തിൽ അവർ ഇല്ല. അതിൽ ചെറുപ്പക്കാരാണല്ലോ വരേണ്ടത്. അവർ അങ്ങനെ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ മക്കള് ദുബായിൽ നിന്ന് ഷൂട്ടിങ് കളഞ്ഞേച്ച് വരികയും ചെയ്യും. അല്ല, കണക്കിന്റെ പൊരുത്തക്കേടാണ് അവർ ശ്വേതയ്ക്കൊരു വല്ലാതെ വല്ലായ്മ തോന്നി ഇറങ്ങിയതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം. അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് ശരിയല്ല, കണക്ക് ശരിയല്ല എന്ന് പറയുമ്പോൾ രാജിവെക്കേണ്ടത് സെക്രട്ടറിയും ട്രഷററും ഒക്കെയാണ്. പക്ഷേ അത് അവരും ഉണ്ടാതിരുന്നപ്പോൾ ശ്വേതയ്ക്ക് തോന്നിക്കാണ് ഞാനായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടതെന്ന് തോന്നിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് അത് ഈ സീനിയേഴ്സ്
ലീഡേഴ്സ് ആയിട്ടുള്ള നടന്മാർ തീരുമാനിക്കണം. അവരിങ്ങനെ മൗനം പാലിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഈ സംഘടന നിലനിൽക്കണമെങ്കിൽ ഒരുപാട് പേർക്ക് ആ ആനുകൂല്യങ്ങൾ, പാവപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്, പണങ്ങളൊന്നും വലുതായിട്ടില്ലാത്തവർ, അവർക്കൊക്കെ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും കിട്ടണമെങ്കിൽ ഇത് നന്നായിട്ട് നയിക്കണം. പക്ഷേ അത് നന്നായിട്ട് നയിക്കുന്നവരോട് ഒരു ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന പെണ്ണുങ്ങളെ 7 തടുപ്പിക്കരുത്. ഇല്ല ഇപ്പം അതാ തുടങ്ങാൻ പോകുന്നത്. കുറ്റാരോപിതരാണ് വീണ്ടും സംഘടനയെ പിടിച്ചടക്കിയിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ വീണ്ടും ഇവർ നേതൃത്വം രാജിവെക്കാൻ കാരണം വീണ്ടും കുറ്റാരോപിതരായ കുറച്ച് ആളുകൾ ഇവിടെ ഈ ഞാൻ പറയട്ടെ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് കുറ്റങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മുമ്പിലത്തെ കമ്മിറ്റി, ഇപ്പോഴത്തെ കമ്മിറ്റി, ഇതിലാരൊക്കെയാണ് ആരോപിതരെന്നൊന്നും ഞങ്ങൾക്കൊരു അറിവില്ല. ഞങ്ങൾക്ക് ഈ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ന്യൂസുകളേ ഉള്ളൂ. ഒരു സംഭവം നടന്നാൽ കമ്മിറ്റി അംഗങ്ങൾക്കോ അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ഒരു കത്തയച്ചുകൂടെ ഇവർക്ക്. അപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മ, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയേരെ. അങ്ങനെ ഒരു ഇടപാടില്ല ഇവിടെ. ആർക്ക്? ഞാനെന്തോന്ന് പരിചയപ്പെട്ട നമുക്ക് പടവേ വേണ്ട. പിന്നെ എവിടെ പ്രതികരിച്ചത് എന്തുവാ? ഞാനിപ്പോൾ നായികയൊന്നും അല്ലല്ലോ. പേടിക്കേണ്ടവർ അവരൊക്കെയാണ്. നായിക, അമ്മ, അമ്മൂമ്മ, അമ്മായി, അമ്മയായിട്ടൊക്കെ ഇപ്പോഴും അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളവരൊക്കെ സൂക്ഷിക്കണം. ഞാൻ ഈ വീട്ടിൽ ഇച്ചിരി എണ്ണയൊക്കെ തേച്ച് കുളിച്ച് താമം ജപിച്ചിരിക്കുന്ന പ്രായം. അയ്യോ, അങ്ങോട്ട് അത് അവർ ഫോൺ അടിക്കുന്നത്. ആര്